കേക്കിന്റെ നിറവിലും പതിവുകൾ കടുകിട തെറ്റിച്ചില്ല VS. പ്രഭാതശീലങ്ങൾക്കിടെ ഫോണിൽ ആശംസാ പ്രവാഹം. ഹലോ, യെസ്, ശരി, മെനി താങ്ക്സ്. വിളിച്ചവരിൽ പ്രകാശ് കാരാട്ട് മുതൽ AK ആന്റണി വരെ വീട്ടിലെത്തി ആശംസ അറിയിച്ചവർക്കും പതിവ് ശൈലിയിൽ നന്ദി പറഞ്ഞു. കേക്ക് മുറിക്കണമെന്ന സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് മുന്നിൽ ആദ്യം വഴങ്ങിയില്ല. അതൊക്കെ ചെയ്തോളൂ, ഞാൻ പതിവില്ല. ഭാര്യ വസുമതിക്കും സഹോദരി ആഴിക്കുട്ടിക്കും മക്കളായ ആശയ്ക്കും അരുൺകുമാറിനുമൊപ്പമാണ് VS കേക്ക് മുറിച്ചത്. ചെറുമകൻ അരവിന്ദ് മുത്തച്ഛന് മധുരം നൽകി. തുടർന്ന് പിറന്നാൾ സദ്യ. VSന് പിറന്നാളാഘോഷം പതിവില്ലെന്ന് മകൻ അരുൺകുമാർ പറഞ്ഞു. എല്ലാ ബർത്ത്ഡേക്കും ഞങ്ങൾ ഫാമിലി പായസം വെച്ച് ഞാനും അമ്മയും സിസ്റ്ററും എല്ലാവരും കൂടെ നമ്മൾ കഴിക്കുക. ഇതാണ് നിലവിൽ ഉണ്ടായിരുന്ന ഒരു രീതി. ആശംസകൾ അറിയിക്കാനെത്തിയവരിൽ VSന്റെ മുൻ PA സുരേഷിന്റെ ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു. ഇതിനു മുമ്പെന്ന പോലെ തുടർന്നും അഴിമതിക്കും ജനദ്രോഹ നടപടികൾക്കും എതിരായിട്ടുള്ള പോരാട്ടം ഞാൻ തുടരുന്നതാണ്. പിറന്നാൾ കേക്കിന്റെ മധുരം നുണഞ്ഞ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും VSന്റെ വാക്കുകളിൽ കാർക്കശ്യം. സോളാർ വിഷയത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കും വരെ സമരം തുടരും. സോളാറുമായി ബന്ധപ്പെട്ട കേസുകൾ തേച്ചു മായ്ച്ചു കളയാൻ സർക്കാർ ശ്രമിക്കുകയാണ്. CPM ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന സമരത്തിനൊപ്പം താനുമുണ്ടാകും. ഉമ്മൻചാണ്ടിയെ രാജിവെപ്പിക്കുകയും ഉമ്മൻചാണ്ടിയുടെ അഴിമതിയെ സംബന്ധിച്ചുള്ള ഒരു ജുഡീഷ്യൽ എൻക്വയറി നടക്കുകയും ചെയ്യുന്നിടം വരെ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതിൽ ഞാനും അവരുടെ എല്ലാം ഒപ്പം ഉണ്ടായിരിക്കുമെന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ആശംസകൾ. പിറന്നാൾ ആഘോഷങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് VS ചെവി കൊടുത്തില്ല. ഇതെല്ലാം ഓരോരുത്തർക്കും കൊടുക്കുക, അല്ലാതെ 90-ാം പിറന്നാൾ ദിനത്തിലും പോരാട്ട വീര്യത്തിന് ഒട്ടും കുറവില്ലാതെയാണ് VS അച്യുതാനന്ദൻ സംസാരിച്ചത്. ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തത് അടുപ്പമുള്ളവരുടെ നിർബന്ധം കൊണ്ടും. കന്റോൺമെന്റ് ഹൗസിൽ നിന്നും ക്യാമറാമാൻമാരായ KP കിരണിനും ഗിരീഷ് കുമാറിനുമൊപ്പം രതീഷ് അനിരുദ്ധൻ, മാതൃഭൂമി ന്യൂസ്.